ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു ഗ്രോസറി ഷോപ്പിംഗ് വീഡിയോ ആണ്. നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള ഐറ്റംസ് വാങ്ങിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഒരാഴ്ച എത്ര രൂപ ഇവിടെ ചെലവാകുന്നുണ്ടെന്ന് നോക്കാവേ. അപ്പൊ നമുക്ക് സ്റ്റോറിലോട്ട് പോവാം. അപ്പൊ നമ്മൾ സ്റ്റോറിലോട്ട് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. പിന്നെ അതിന്റെ ഈ സൈഡിൽ കാണുന്ന ബിൽഡിംഗ് കാർത്തിയുടെ സ്കൂളാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ട് ഈ സ്റ്റോറിലോട്ട്. അപ്പൊ നമ്മളിപ്പോ പോകുന്ന സ്റ്റോർ എന്ന് വെച്ചാൽ അവിടെ ഗ്രോസറി ഐറ്റംസ് മാത്രമേ കിട്ടത്തുള്ളൂ. അല്ലാതെ വേറെ വലിയ ഹൈപ്പർ മാർക്കറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്കിപ്പം ഗ്രോസറി മാത്രം വേണ്ടതുകൊണ്ട് നമ്മൾ വീടിനടുത്തുള്ള ഈ ഷോപ്പിലേക്കാണ് പോകുന്നത്. അപ്പൊ അതേ നമ്മുടെ സ്റ്റോർ എത്തി. ദാണ്ട് ഈ പച്ച ബോർഡ് കാണുന്നുണ്ട്, അതാണ് സ്റ്റോർ. അതിന്റെ പേര് ഫ്രഷ്കോ എന്നാണ്. അപ്പൊ നമ്മൾ ഇതേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ആ സ്റ്റോറിലേക്ക് കയറാൻ പോവാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മളൊരു കാർട്ട് എടുത്ത് അകത്തോട്ട് കയറുവാണ്. ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും സെക്ഷൻ ആണ് ആദ്യം തന്നെ കാണുന്നത്. എല്ലാ ആഴ്ചയിലും നമുക്ക് ഈ രണ്ടും വാങ്ങിക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്. പിന്നെ എല്ലാത്തിന്റെ വില ഇട്ടേക്കുന്നത് പെർ LBയിലാണ്. LB എന്ന് വെച്ചാൽ പൗണ്ട്സ്. ഒരു പൗണ്ട് എന്ന് വെച്ചാൽ 454 ഗ്രാമേ ഉള്ളൂ. അര കിലോയ്ക്ക് ഒരു 50 ഗ്രാമോളം കുറവ് വരുന്നുണ്ട്. പിന്നെ ഒരു കനേഡിയൻ ഡോളർ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ റുപ്പി 60 തൊട്ട് 61 രൂപ വരെയാണുള്ളത്. പിന്നെ ദേ ഞാൻ കുറച്ച് മുന്തിരിങ്ങ എടുക്കാന്ന് വെച്ച്, കണ്ടിട്ട് നല്ല ഫ്രഷ് ആണെന്ന് തോന്നി. അപ്പൊ കേടൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അത് നമുക്കൊരു ബാഗിൽ എടുക്കാവുന്നതാണ്. മുന്തിരിങ്ങയുടെ വില കണ്ടോ, 2.99 പെർ LB ആണ്. അപ്പൊ അര കിലോ ഇല്ല, അര കിലോയ്ക്ക് ഏകദേശം $3 വരുന്നുണ്ട്, അതായത് 180 രൂപ. പിന്നെ ദേ തക്കാളി, നമ്മുടെ നാട്ടിലെ പോലത്തെ തക്കാളിയാണ്. ഇതിന്റെ പേര് ഇവിടെ റോമ എന്നാണ്, റോമ ടൊമാറ്റോ എന്നാണ്. ഇപ്പൊ ഈ ബൾക്കായിട്ടിരിക്കുന്ന വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും നമ്മുടെ ഇഷ്ടമാണ് എത്ര എടുക്കണം എന്നുള്ളത്. ഒരെണ്ണം എടുത്താലും ഒരു കുഴപ്പമില്ല, നമുക്ക് ആ ഒരെണ്ണം വെച്ചിട്ട് ബില്ലടിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി നമുക്ക് ഇവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് വാങ്ങിച്ചില്ല. പിന്നെ ദേ ഏത്തക്ക കണ്ടോ, പച്ചയായിരുന്നേ, പഴുത്തത് കണ്ടില്ല അവിടെ. അതുപോലെ തന്നെ നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് സ്പിനാച്ചിന്റെ ഒരു ലീഫാണ് എടുത്തേക്കുന്നത്. കാർത്തിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എല്ലാവരും കൂടെ പോയത്. അപ്പൊ കുഞ്ഞ് ചെറുതായിട്ട് കരഞ്ഞുകൊണ്ട് കാർത്തിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വെജിറ്റബിൾസിന്റെ ഒക്കെ ഒത്തിരി വെറൈറ്റീസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ലീഫി വെജിറ്റബിൾസ് ആണെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പൈനാപ്പിൾ ആയിരുന്നു. സ്കൂളിലൊക്കെ കാർത്തിക്ക് ലഞ്ചിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഫ്രൂട്ടൊക്കെ നമ്മൾ കൊടുത്തുവിടും. അപ്പം മിക്കവാറും പൈനാപ്പിൾ അവന് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് അത് എടുക്കും. പിന്നെ ദേ നമ്മുടെ നാട്ടിലെ പപ്പായ കണ്ടോ, നല്ല പഴുത്ത ഓമയ്ക്ക. അതിന്റെ വില കണ്ടോ, 199 പെർ LB ആണ്. എന്ന് വെച്ചാൽ അര കിലോയ്ക്ക് ഏകദേശം $2, 120 രൂപ വരും അര കിലോയ്ക്ക്. കണ്ടോ, നല്ല പഴുത്ത പപ്പായ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇത് കണ്ടോ, ഈ മാങ്ങ കണ്ടോ, നമ്മുടെ നാട്ടിലെ നാട്ടുമാവില്ലേ നമ്മളിങ്ങനെ ഊറി തിന്നുന്നത്, അതുപോലത്തെ ഒരു മാങ്ങയാണ്. നമ്മൾ നേരത്തെ അത് വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ ഭയങ്കര വിലയാണ്. ഏകദേശം അര കിലോയ്ക്ക് $9 വരും. എന്ന് വെച്ചാൽ 540 രൂപയോളം വരും അര കിലോയ്ക്ക്. പിന്നെ ദേ ഇത് കണ്ടോ, പേരയ്ക്കും വിലയാണ്. $6 ആണ് അര കിലോയ്ക്ക്. അര കിലോ ഇല്ല, 50 ഗ്രാം കുറവാണ്. എന്നാലും $6 എന്ന് പറയുമ്പം 360 രൂപ വരും അര കിലോയ്ക്ക്. പിന്നെ ദേ കരിക്ക് കണ്ടോ, $5. പിന്നെ നമ്മുടെ പച്ചമഞ്ഞളുണ്ട്. അതുപോലെ ഓമയ്ക്കയുടെ വില കണ്ടോ, തോരൻ വെക്കാൻ പറ്റിയ കൊച്ചോമയ്ക്കയുണ്ട്, ഒരെണ്ണത്തിന് $6 ആണ്. പിന്നെ മുരിങ്ങയ്ക്ക ഒരെണ്ണത്തിന്റെ വില കണ്ടോ, $1.50. അത് നമുക്ക് ഒരെണ്ണം വേണേ എടുക്കാം. അതെ, ഇത് കണ്ടോ കോവയ്ക്ക, അത് ഒരു 10-12 എണ്ണം കാണും ഒരു പാക്കറ്റില്. അതിന്റെയും വില കണ്ടോ, അത്രയത്തിന് 5.79. 12 ഓമയ്ക്ക ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതിന് നല്ല വിലയാണ്. നമ്മുടെ നാട്ടിലെ വിലയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയങ്കര വിലയാണെന്ന് തോന്നുന്നത്. പിന്നെ അതുപോലെ പാവയ്ക്ക, അത് 2 എണ്ണം ഒരു പാക്കറ്റിലാക്കിയേക്കുവാണ്. ഏകദേശം $3.5-4 ഉണ്ട് അതിനും. പിന്നെ ദേ പയറ്, നല്ല വലിയ പയറാണ്. അതും ഇങ്ങനെ പാക്കറ്റിലൂടെ കിട്ടും. അതുപോലെ വെണ്ടയ്ക്ക, അതെ, അതും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ബൾക്കായിട്ടും ഇരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എത്രണ്ണം വേണമെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാവുന്നതാണ്. പിന്നെ ദേ പച്ചമുളക്, ഉണ്ടമുളക്. പണ്ടൊരു വട്ടം ഞാൻ ഈ മുളക് വാങ്ങിച്ചിട്ടുണ്ട്, നല്ല എരിയാ. അപ്പൊ നമുക്ക് മീനൊക്കെ പറ്റിക്കണമെങ്കിൽ ചമ്മന്തി അരയ്ക്കാനൊക്കെ വാങ്ങിക്കാം. പിന്നെ അത് കണ്ടോ, നമ്മുടെ ഈന്തപ്പഴമാണ്, ഡേറ്റ്സ്, അതിന്റെ പച്ചയാണ്. പിന്നെ തേങ്ങ ഞാനൊന്ന് കുലുക്കി നോക്കിയേ, തേങ്ങയാണോ നല്ലതാണോ നോക്കാൻ വേണ്ടി. അപ്പൊ കുലുങ്ങുന്നില്ല, കരിക്കാന്ന് തോന്നുന്നു. അപ്പൊ വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത്. വെള്ളം കുടിക്കാൻ, തേങ്ങാ വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. പക്ഷെ ഒരെണ്ണത്തിന് $6 ആണ്. എന്ന് വെച്ചാൽ ഒരെണ്ണത്തിന് 300 രൂപയോളം, 360 രൂപയോളം വരുന്നു. പിന്നെ ഇത് കണ്ടോ, കറിവേപ്പില, ഒരു ചെറിയ പാക്കറ്റാണ്. അതിന്റെ വില കണ്ടോ, 5.79. $6 കൂട്ടിക്കും, എന്നാലും ആ ഒരു പാക്കറ്റിന്
60 രൂപയോളം വരും. പിന്നെ അതേ മധുരക്കിഴങ്ങ്, കാച്ചിലാന്ന് തോന്നുന്നത്. പിന്നെ ചേമ്പ് ചെറുത്, പിന്നെ വലിയ ചേമ്പ്, പിന്നെ അതേ നമ്മുടെ കപ്പ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണ് വാങ്ങിക്കാറുള്ളത്. നല്ല ഫ്രഷ് ആയിട്ട് കേടൊന്നും ഇല്ലാത്ത നല്ല കപ്പയാണ് ഇവിടെ കിട്ടുന്നത്. ഞാനിപ്പം വാങ്ങിക്കുന്നില്ല, കഴിഞ്ഞ ഒരു വട്ടം നമ്മൾ ഈയിടെ വാങ്ങിച്ചതേ ഉള്ളു. പിന്നെ നമ്മൾ ഇവരുടെ മീറ്റ് സെക്ഷനിലേക്ക് പോവാം. ആദ്യം കണ്ടത് മൊത്തം ബീഫാണ്. പിന്നെ ഇപ്പൊ കാണുന്നത് പോർക്കാണ്. നമ്മൾ ഈ ബീഫും പോർക്കും ഒന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. പിന്നെ ഇടയ്ക്ക് ബീഫ് വാങ്ങിക്കാറുണ്ട്. ഇവിടെ വേറൊരു ബംഗ്ലാദേശി സ്റ്റോർ ഉണ്ട്, അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട് വല്ലപ്പോഴും. കൂടുതലും നമ്മൾ ചിക്കനും ഫിഷും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ദേ ചിക്കന്റെ സെക്ഷന് അതേണ്ട എത്തിയിട്ടുണ്ട്. ചിക്കനും ദേ കുറെ വെറൈറ്റി പീസസ് ആയിട്ട് അവർ വെച്ചേക്കുവാണ്. അതിന്റെ ബ്രസ്റ്റും ലെഗും തൈസും, പിന്നെ സ്കിൻ ഉള്ളത് സ്കിൻ ഇല്ലാത്തത്, ബോൺ ഉള്ളത് ബോൺ ഇല്ലാത്തത്. നമ്മളപ്പോ സ്കിന്നും ബോണും ഒക്കെ ഉള്ള ഒരു പാക്കറ്റാണ് എടുത്തത്. ചിക്കൻ തൈ ആണ് എടുത്തത്. പിന്നെ ദേ അവരുടെ ബേക്കറി സെക്ഷനിലോട്ട് വരുവാണ്. നമ്മൾ ഇത് വാങ്ങിക്കാറുണ്ട്, സ്നാക്സ് ഒക്കെ എന്തെങ്കിലും കാർത്തിക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതേ അവർക്ക് ഒത്തിരി തരത്തിലെ മഫിൻസും കേക്കുകളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൽ കൂടുതലും ഈ സ്റ്റോറിൽ തന്നെ അവർ ബേക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഇവർക്ക് കൂടുതലായിട്ടും ബേക്കറിയിൽ നമ്മൾ കാണുന്നത് പല വെറൈറ്റി ആയിട്ടുള്ള ബ്രെഡും ബന്നുകളുമാണ്. കണ്ടു, ഒരുപാട് വെറൈറ്റി ഉണ്ട് ബന്നിലും ബ്രെഡിലാണെങ്കിൽ വൈറ്റും ബ്രൗണും, പിന്നെ വീറ്റും, ഗ്രെയിൻസ് ഉള്ളത് ഗ്രെയിൻസ് ഇല്ലാത്തത്, നട്ട്സ് ഉള്ളത് നട്ട്സ് ഇല്ലാത്തത്, പിന്നെ 5 ഗ്രെയിൻസ് ഉള്ളത്, 12 ഗ്രെയിൻസ് ഉള്ളത്, 7 ഗ്രെയിൻസ് ഉള്ളത്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബ്രെഡും ബന്നുകളും ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഈ ഉണക്കമുന്തിരിങ്ങ ഇട്ട ബ്രെഡ് ഉണ്ടല്ലോ, നാട്ടിലും അത് ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ. അങ്ങനത്തെ ബ്രെഡും ഇവിടെ കിട്ടുന്നുണ്ട്. കണ്ടോ? അപ്പൊ ഇവർക്ക് അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ഈ ബന്നാണെങ്കിലും അതുപോലെ തന്നെ പല ഷേപ്പിലും സൈസിലും ഉള്ളതുണ്ട്. പിന്നെ അവിടെ തന്നെ ഒരു ഫാർമസി ഉണ്ട്. മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും അകത്തൊരു ഫാർമസിയും കാണും. ഇത് കണ്ടോ, അഡ്വില് ടൈലിനോൾ, നമ്മുടെ നാട്ടിലെ പാരസെറ്റമോൾ പോലത്തെ മരുന്നാണ്. ഇവിടെ നമ്മൾ ഡോക്ടറിന്റെ അടുക്ക പനിക്കോ വേദനയ്ക്കോ ഒക്കെ പോയി കഴിഞ്ഞാൽ അവര് ആന്റിബയോട്ടിക് ഒന്നും തരാറില്ല. അതുകൊണ്ട് എല്ലാവരും ഈ ഓവർ ദ കൗണ്ടറിൽ ഇരിക്കുന്ന ഇങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെയാണ് വാങ്ങിക്കുന്നത്. പിന്നെ നമ്മുടെ അവിടുത്തെ ഡയറി സെക്ഷനിലേക്ക് വരുമ്പോൾ പാലിന്റെ എല്ലാം പാസ്ചറൈസ് ചെയ്ത മിൽക്കാണ്. പല ഫാറ്റ് കണ്ടന്റ് ഉള്ളതാണ്. 3% ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്, 0 ഉണ്ട്. നമ്മൾ ഫാറ്റ് 2% ഉള്ള മിൽക്കാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. കണ്ടോ, കാർത്തിയാണ് 2 എണ്ണം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് അതെ മുട്ട ഇവർക്ക് പല വെറൈറ്റീസ് ഉണ്ട്. സ്മോൾ ഉണ്ട്, ലാർജ് ഉണ്ട്, എക്സ്ട്രാ ലാർജ് ഉണ്ട്, പിന്നെ omega-3 എക്സ്ട്രാ ആഡ് ചെയ്തതുണ്ട്, പിന്നെ വൈറ്റമിൻസ് എക്സ്ട്രാ ആഡഡ് ആയിട്ടുള്ള മുട്ടകളുണ്ട്. അപ്പൊ നമ്മൾ ചെറിയൊരു ബോക്സ് ആണ് എടുത്തേക്കുന്നത്. കാർത്തി വേണ്ട അത് തുറന്നൊക്കെ നോക്കി എല്ലാം നോക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഞാനും ഷോപ്പ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്, മുട്ടയൊക്കെ തുറന്നു നോക്കും പൊട്ടിയിട്ടുണ്ടോ എന്ന്. അപ്പൊ അത് കണ്ടിട്ടാന്ന് തോന്നുന്നു അവനും അങ്ങനെ തന്നെ ചെയ്യുന്നത്. പിന്നെ ദേ ഇത് കണ്ടോ, ഇത് നമ്മുടെ ഗോട്ടിന്റെ മീറ്റ് ആണ്. നമുക്കപ്പോൾ മട്ടൺ കറിയൊക്കെ വെക്കണമെങ്കിൽ ഇതേലത്തെ ഒരു പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയാൽ മതി. പിന്നെ പച്ച കളറിൽ കാണുന്നത് അതിന്റെ ലെഗ് പീസ് ആന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ദേ അവിടെ ജ്യൂസിന് ഇന്ന് വിലക്കുറവായിരുന്നു. അപ്പൊ നമ്മളൊരു ഫ്രൂട്ട് ജ്യൂസ് എടുത്തിട്ടുണ്ട്, ഓറഞ്ചിന്റെ. പിന്നെ ദേ പുള്ളിക്ക് കഴിക്കാനുള്ള എല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തൈര് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുവാണ്. അപ്പൊ യോഗേർട്ടിന്റെ പല തരത്തിലുള്ള യോഗേർട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ 0% പ്ലെയിൻ യോഗേർട്ടാണ് ഒരെണ്ണം എടുത്തേക്കുന്നത്. പിന്നെ ഫ്ലേവേർഡ് ആയിട്ടുള്ള പ്രോബയോട്ടിക് യോഗേർട്ട് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. നമുക്ക് വീട്ടിൽ അത് ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പൊ അത് വാങ്ങിക്കുന്നില്ല. കണ്ടോ, കുറേ വെറൈറ്റി യോഗേർട്സ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ ഇന്നാണെങ്കിൽ കടയിൽ ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് കുറെ ഷെൽഫൊക്കെ ആണെങ്കിൽ കാലിയായിട്ട് കിടക്കുവാണ്. എനിക്കൊന്ന് ഈസ്റ്ററിന്റെ ഇതായതുകൊണ്ടാന്ന് തോന്നുന്നു. നമ്മൾ എന്നും പോകുമ്പോൾ ഇത്രയും തിരക്ക് കണ്ടിട്ടില്ല. ഇന്ന് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പൊ ഈ കാണുന്നതൊക്കെ ചീസിന്റെ വെറൈറ്റീസ് ആയിരുന്നു. പിന്നെ അതുപോലെ അതേ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ അവരിങ്ങനെ സെന്ററിൽ ഒരു അയലിലാണ് ഇത് വെക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയപ്പോ കണ്ടത് ഈ മീറ്റ് ലസാനി ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഈസ്റ്ററിന്റെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ കാർത്തി അതേലും ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ ചിക്കൻ നഗറ്റ്സ്, അവൻ ഇടയ്ക്ക് സാൻഡ്വിച്ച് ഒക്കെ ലഞ്ചിന് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇത് വാങ്ങിക്കാറുണ്ട്. നമ്മുടെ തീർന്നു പോയായിരുന്നു, അപ്പൊ അതേലും ഒരെണ്ണം വാങ്ങിച്ച്. പിന്നെ ഫിഷ്, ഇന്ന് ഇവിടെ ഫിഷ് ഭയങ്കര കുറവാ കേട്ടോ. നമ്മള് കൂടുതലും ഈ ഫ്രഷ് കോയിന്നാണ് മീനൊക്കെ വാങ്ങിക്കാറുള്ളത്. ഇത് നമ്മുടെ വട്ടമത്തി പോലത്തെ മീനാന്ന് തോന്നുന്നു.
പിന്നെ ദേ നമ്മുടെ അയല ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. സാധാരണ ഇവിടെ നമുക്ക് നമ്മുടെ ചൂട ഉണ്ടല്ലോ, നത്തോലി, അതും പിന്നെ വറ്റ അതൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇന്ന് അതൊന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ ദേ ഈ മീനും അയലയുമാണ് ഇന്ന് എടുത്തേക്കുന്നത്. ആ മീനിന്റെ പേരെന്തുവാന്ന് എനിക്കറിയത്തില്ല. പാപ്ലേറ്റ് എന്നോ അങ്ങനെ എന്തോ ആന്ന് തോന്നുന്നു പറയുന്നത്. അപ്പൊ അതില് ഓരോന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ദേ ഈ കാണുന്ന കണ്ടോ പാക്കറ്റില് ബനാന ലീഫാണ്, നമ്മുടെ വാഴയില വെട്ടി പാക്ക് ചെയ്ത് വന്നേക്കും. അതിന്റെ വില കണ്ടോ, 279 ആണ് ഒരു പാക്കറ്റിന്. പിന്നെ ഇത് സൗത്ത് ഏഷ്യൻ ഫുഡ്സ് ഒക്കെ കിട്ടുന്ന ഒരു അയലാണ്. നമ്മുടെ ഇന്ത്യൻ ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ ഈ അയലിലാണ് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ കേരളത്തിലേതൊന്നും അങ്ങനെ വലുതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നോർത്ത് ഇന്ത്യൻസിന്റെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ വേറെ രാജ്യക്കാരുടെ കുറെ സാധനങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇവിടെ കൂടുതലും ഇങ്ങനെയുള്ള സ്റ്റോറുകളിലൊക്കെ നോർത്ത് ഇന്ത്യൻസിന്റെ ഐറ്റംസ് ഒക്കെയാണ് അവർ കൂടുതലും വെക്കാറുള്ളത്. അവരുടെ നെയ്യൊക്കെ കണ്ടോ, ദേശി ഗീ എന്ന് പറഞ്ഞിട്ട് അവരുടെ നെയ്യും അവരുടെ എന്താണ് മസാലകളും പൊടികളും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. കണ്ടോ, താഴെയൊക്കെ ഇരിക്കുന്നുണ്ട് അവരുടെ ബട്ടർ ചിക്കൻ്റെ ഒക്കെ മസാലകളൊക്കെയാണ്. പിന്നെ ദേ ഈ പരിപ്പ്, ഉഴുന്ന്, പയറ്, കടല അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. കണ്ടോ, പിന്നെ നമ്മുടെ ലേസ്, കുർക്കുറെ അതൊക്കെ നാട്ടില്. പിന്നെ അവരുടെ ഈ ഗുജറാത്തികളുടെയും പഞ്ചാബികളുടെയും ഒക്കെ ഓരോ സാധനങ്ങളാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, കട്ട് ഫ്രൂട്ട്സ് ആണ്, സ്മൂത്തി ഒക്കെ അടിച്ചു കുടിക്കാൻ വേണ്ടിയിട്ടുള്ള. അതൊക്കെ ഞാൻ ചുമ്മാ വീഡിയോ എടുത്തന്നേ ഉള്ളൂ, അതൊന്നും നമ്മൾ വാങ്ങിച്ചില്ല. പിന്നെ ഇത് കണ്ടോ, ഐസ്ക്രീമിന്റെ പല വെറൈറ്റി ഫ്ലേവേഴ്സുകളുണ്ട്. അതും ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് വീഡിയോ എടുത്തന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ചിപ്സ്, അതിന്റെ ഒരു ഭയങ്കര വൻ ശേഖരമാണ് ഇവർക്കുള്ളത് കേട്ടോ. നമ്മുടെ പൊട്ടാറ്റോയും പിന്നെ കോണും ഒക്കെ വെച്ചിട്ട് ഒരുപാട് ഫ്ലേവറുകളും ടൈപ്സിലും ഇവർക്ക് ഒരുപാട് ചിപ്സുകളുണ്ട്. ഇതേ ലേസിന്റെ ഒക്കെ തന്നെ പല ഫ്ലേവറുകളാണ് ഇരിക്കുന്നത്. അതുപോലെ ചീറ്റോസ്, അതിൻ്റെയൊക്കെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണെങ്കിലും ഇവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം നമ്മൾ വന്നേക്കുന്ന സ്റ്റോർ അത്ര വലുതല്ല, എന്നിട്ട് തന്നെ ഇത്രയും കളക്ഷൻസ് ഉണ്ട്. അപ്പം വലിയ സ്റ്റോറുകളിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഡബിൾ ആണ്. പിന്നെ ദേ ഇപ്പൊ സമ്മറൊക്കെ ആയി തുടങ്ങിയപ്പോഴത്തേക്ക് ചെടികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും എന്താണ് പ്ലാന്റ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ദേ ഇവിടുത്തേത് ഇത്രയുമാണ് ഇപ്പം വന്നിരിക്കുന്നത്. നമ്മൾ ഇപ്പൊ തൽക്കാലം ഒന്നും വാങ്ങിക്കുന്നില്ല, കാരണം വെളിയിൽ ഇപ്പോഴും ചെറിയ തണുപ്പുണ്ട്. ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചിലപ്പം വാടിപ്പോവും. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ചെടികളൊക്കെ വാങ്ങിച്ചു വെക്കാം. പിന്നെ ദേ ഓർക്കിഡൊക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് മേടിച്ച് അകത്ത് വെക്കാവുന്നതാണ്. കണ്ടോ, നല്ല ഭംഗിയുള്ള കുറെ പൂക്കളൊക്കെ ഉണ്ട്. ആ മഞ്ഞ കണ്ടോ, അത് ലില്ലിയാണ്. അത് നമ്മൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ വിന്ററിൽ സ്നോ വീണ് കഴിഞ്ഞാലും സമ്മർ ആകുമ്പോൾ തന്നെ കിളിച്ച് വരുന്ന ഒരു ചെടിയാണ്. അപ്പൊ അതേ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബില്ലടിക്കാൻ വേണ്ടി ക്യാഷ്യറിന്റെ അടുക്ക വരുവാണ്. അപ്പൊ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ബാഗ് ഇവരുടെ പൈസ കൊടുത്ത് വാങ്ങിക്കാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വെക്കാം. പക്ഷെ ഇവിടെ കണ്ടോ, ഈ കടയിൽ ഇങ്ങനത്തെ കാർട്ടൂൺ ബോക്സസ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിനകത്തിൽ ഐറ്റംസ് ഒക്കെ എടുക്കാം. അപ്പൊ അതേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ കടയിൽ ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു. ഈസ്റ്റർ ബ്രേക്ക് ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഒത്തിരി പേരുണ്ടായിരുന്നു ഷോപ്പിങ്ങിന്. അപ്പൊ നമുക്ക് ഫുള്ള് നല്ലതായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച ഐറ്റംസ് ഒക്കെ ഒന്നും കൂടെ ഒന്ന് കാണിക്കാവേ. നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് എല്ലാ ആഴ്ചയിലും വേണ്ടതാണ് പാല്, മുട്ട, തൈര്. അപ്പൊ പാല് ദേ ഇവിടെ 4 ലിറ്ററിന്റെ ജഗ്ഗായിട്ടാണ് കിട്ടുന്നത്. അപ്പൊ നമുക്കാണെങ്കിൽ ഒരാഴ്ച ഈ ജഗ്ഗും പിന്നെ ഇതിന്റെ പകുതി മുക്കാലും കൂടെ ഒക്കെ വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും 2 ജഗ്ഗ് വാങ്ങിക്കാറുണ്ട് ആഴ്ചയിൽ. പിന്നെ ദേ തൈര് കണ്ടോ, തൈരും നമുക്ക് എല്ലാ ആഴ്ചയിലും വേണം. നമ്മൾ തൈരോ മോരോ ഒക്കെ ആയിട്ട് കൂട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഒരു തൈരും വാങ്ങിക്കാറുണ്ട്. പിന്നെ മുട്ടയാണെങ്കിൽ ഇവിടെ കുറച്ച് ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ചെറിയൊരു ബോക്സ് ആണ് വാങ്ങിച്ചത്. അപ്പൊ ഈ 3 ഐറ്റം നമുക്ക് എന്തായാലും എല്ലാ ആഴ്ചയിലും ഇവിടെ വേണ്ട സാധനമാണ്. പിന്നെ അത് കൂടാതെ നമ്മൾ ആഴ്ചയിൽ വാങ്ങിക്കുന്നത് വെച്ചാൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. ഇപ്പൊ കാർത്തിക് ആണെങ്കിലും നമുക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ നമ്മൾ ലഞ്ചിനും സ്നാക്സ് ഒക്കെ ആയിട്ട് ഫ്രൂട്ട്സ് കൊണ്ടുപോകാറുണ്ട്. അപ്പം നമ്മൾ ഒന്നെങ്കിൽ പൈനാപ്പിൾ അല്ലെങ്കിൽ മുന്തിരിങ്ങ, ഓറഞ്ച് അങ്ങനെയുള്ള എന്തെങ്കിലും വാങ്ങിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ആഴ്ച വിഷു ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ കുറച്ച് 2 ഐറ്റമേ വാങ്ങിച്ചിട്ടുള്ളൂ. നോക്കിക്കേ, പൈനാപ്പിൾ കണ്ടോ, നല്ല വിളഞ്ഞു വഴുത്തേര് പൈനാപ്പിൾ ആയിരുന്നേ, നല്ലതായിരുന്നു. അതുകൊണ്ട് അതേലും ഒരെണ്ണം എടുത്ത്. പിന്നെ അതുപോലെ മുന്തിരിങ്ങ
നല്ല വിലക്കുറവുണ്ടായിരുന്നു എല്ലാ പ്രാവശ്യത്തിനെക്കാട്ടില്. അതുകൊണ്ട് നമ്മളൊരു റെഡും ഗ്രീനിന്റെ ഓരോ പാക്കറ്റ് വെച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ പെർ എൽബിക്ക് വെച്ചാണ് റേറ്റ് ഒക്കെ, പക്ഷെ ഞാൻ അതിൽ രണ്ടിലെയും കുറച്ച് വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ നമ്മളൊരു ഫ്രൂട്ട് വാങ്ങിച്ചെന്ന് വെച്ചാൽ ഈ പപ്പായയാണ്. ഇത് നമ്മൾ അങ്ങനെ വാങ്ങിക്കാറേ ഇല്ല. ഇന്ന് ഞാൻ കണ്ടപ്പോൾ ഒരെണ്ണം എടുത്തന്നേ ഉള്ളൂ. ഇതപ്പോ നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചതാണ്. പിന്നെ വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ഇന്ന് വാങ്ങിച്ചേക്കുന്നത് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പിനാച്ചിന്റെ ലീഫും പിന്നെ ഒരു 3-4 തക്കാളിയും മാത്രമേ വെജിറ്റബിളിന്റെ കാര്യത്തിൽ വാങ്ങിച്ചിട്ടുള്ളൂ. വേറെ നമുക്ക് ഉള്ളിയും കിഴങ്ങും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എല്ലാം ഇരിപ്പുണ്ട്. അതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ അതുമല്ല ഉള്ളിയൊക്കെ വലിയ ബാഗ് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ആഴ്ചയിലും അത് വാങ്ങിക്കേണ്ടി വന്നില്ല. ചെറുതാണെങ്കിൽ നമുക്ക് അതും കൂടെ എല്ലാ ആഴ്ചയിലും വേണ്ടി വരും. അപ്പൊ ഇപ്രാവശ്യം വെജിറ്റബിൾസിനകത്ത് നമ്മൾ ഈ 2 ഐറ്റം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ വരുന്നതാണ് നമ്മുടെ മീന് ചിക്കനും ഒക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ഇങ്ങനെ ഈ 2 മീനാണ് കിട്ടിയത്. ഇതിന്റെ പേരെന്താ? ഇത് കുറിച്ചിയുടെ ഒരു വലിയൊരു മീൻ പോലെ ഇരിക്കുന്നു. അത് നേരത്തെ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കൊള്ളാവുന്നതാണ്. പിന്നെ നമ്മുടെ അയല, അപ്പൊ ഇതെല്ലാം ഓരോന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ചിക്കനും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരാഴ്ചത്തേക്ക് ഇത്രയും തന്നെ ധാരാളമാണ്. പിന്നെ അത് കൂടാതെ നമുക്ക് സ്നാക്സ്, കാർത്തിക്ക് സ്നാക്സ് കൊടുത്തു വിടും. പിന്നെ അവൻ വീട്ടിൽ ഒക്കെ ഇരുന്ന് കഴിക്കുമല്ലോ. അപ്പൊ ഇന്ന് പോയപ്പോ ഇത് വേണമെന്ന് പറഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചിപ്സും പിന്നെ ഇത് കണ്ട ചിലപ്പം രാവിലെ ആണെങ്കിൽ ടൈം കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഗോതമ്പ് വെച്ചുണ്ടാക്കുന്ന നമ്മുടെ മാക്രോണി ഇല്ലേ, അത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതെല്ലാം 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഇത്ര ഐറ്റംസ് ആണ് എല്ലാ ആഴ്ചയിലും വാങ്ങിക്കുന്നത്. അതുപോലെ നമ്മളൊരു ജ്യൂസും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട് ജ്യൂസ്, ഓറഞ്ചിന്റെ ഇന്ന് നല്ല വിലക്കുറവുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഒരു ബോട്ടിൽ ജ്യൂസും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരെണ്ണം വാങ്ങിച്ചത് ഈ ചിക്കൻ നഗറ്റ്സ് ആണ്. ചിലപ്പോൾ നമ്മൾ ലഞ്ചിന് സാൻഡ്വിച്ച് ഒക്കെ കൊടുത്തു വിടുമ്പോ ഇത് കൊടുക്കാറുണ്ട്. ഇത് പക്ഷെ നമുക്ക് എല്ലാ ആഴ്ചയിലും ഒന്നും വേണ്ടി വരത്തില്ല. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പം 2-3 ആഴ്ചയൊക്കെ ഇരിക്കുക. ഒത്തിരി ഉണ്ട്, 1.1 kg ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് എല്ലാ ആഴ്ചയിലും വേണ്ടി വരത്തില്ല. നമ്മൾ ഇടയ്ക്കൊക്കെ എടുക്കാറുള്ളൂ, ഫ്രീസറിൽ വെച്ചേക്കും. അപ്പൊ ഇന്ന് അത് പക്ഷെ ഇവിടെ ഇല്ലാഞ്ഞുകൊണ്ട് വാങ്ങിച്ചെന്നേ ഉള്ളൂ. പിന്നെ അത് കൂടാതെ നമ്മൾ വാങ്ങിച്ച ഒരെണ്ണമാണ് കഫ് സിറപ്പ്. ഇവിടെ ചേട്ടന് ചുമയായതുകൊണ്ട് നമ്മളൊരു കഫ് സിറപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ നമ്മൾ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഈ ലസാനിയാണ്. ഇന്ന് അവിടെ സ്റ്റോറിൽ പോയപ്പോൾ ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ട് അവിടെ വെച്ചേക്കുന്നതായിരുന്നു. അതുകൊണ്ട് മാത്രം ഇത് എടുത്തതാണ്. അല്ലാതെ നമ്മൾ ഇതിവിടെ ഇങ്ങനെ വാങ്ങിക്കത്തില്ല. ഇത് കണ്ടപ്പോൾ കാർത്തിക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. അപ്പൊ എക്സ്ട്രാ നമ്മൾ വാങ്ങിച്ചേക്കുന്നതാണ് ഈ ലസാനിയും നഗറ്റ്സ്, ഈ മരുന്ന്, പിന്നെ ഫ്രൂട്ട്സിനകത്തിൽ ഈ പപ്പായ. ഇത് നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചതാണ്. അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ എല്ലാ ആഴ്ചയിലും വാങ്ങിക്കാറുള്ളത്. പിന്നെ നമ്മൾ ബൾക്കായിട്ട് വാങ്ങിക്കുന്ന അരി, പഞ്ചസാര, ഗോതമ്പൊടി അതൊക്കെ നമ്മൾ ഇരിപ്പുണ്ട്. നമ്മൾ എല്ലാ ആഴ്ചയിലും ഒന്നും അത് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മൾ ഇത്രയും സാധനം വാങ്ങിച്ചതിന് നമുക്ക് എത്ര രൂപയെന്ന് വെച്ചാല് ഏകദേശം $135 ആയിട്ടുണ്ട്. ബില്ല് കണ്ടോ? $135 ആയിട്ടുണ്ട്. അതിനകത്തില് ഒരു $35 വരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ഐറ്റംസ് വാങ്ങിച്ചാണ്. ഈ മരുന്നും പിന്നെ നമ്മുടെ നഗറ്റ്സും അങ്ങനെയൊക്കെയുള്ള എക്സ്ട്രാ വാങ്ങിച്ചതിനകത്താണ് ഈ 35 വന്നേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആഴ്ചയിൽ എല്ലാം കൂടെ ഒരു $100-110 ഒക്കെ എല്ലാ ആഴ്ചയിലും ആകാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഒരു 6,000-6,500 രൂപയ്ക്കകത്ത് ആഴ്ചയിൽ ഇവിടെ ചെലവാകുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ വേറൊരു വിശേഷമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.